വി എസ് രഞ്ജിത്ത്, RSSന്റെ 100ാം വാർഷികം അത് ഏറ്റവും വിപുലമായിട്ടായിരിക്കും ആചരിക്കപ്പെടുക, അല്ലെങ്കിൽ ആഘോഷമാക്കി മാറ്റുക എന്നത് ഉറപ്പായിരുന്നു. എന്നാൽ ഇപ്പോൾ പ്രത്യേകമായി രൂപകൽപ്പന ചെയ്ത നാണയവും സ്റ്റാമ്പും അത് രാജ്യത്തിന് RSS നൽകിയ സംഭാവനകളുടെ പ്രാധാന്യം വിളിച്ചോതുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തന്നെ അത് പുറത്തിറക്കിയിരിക്കുകയാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഇത് ആദ്യമായിട്ട് നടക്കുന്ന ഒരു കാര്യം കൂടിയാണ്. നേരത്തെ സുനിൽ സൂചിപ്പിച്ചതുപോലെ വിമർശനങ്ങൾ വരുന്നു, പക്ഷേ ഈ ആഘോഷത്തിന്റെ മാറ്റുകൂട്ടുന്ന തരത്തിലേക്ക് ഈ പ്രവൃത്തികൾ മാറുന്നുമില്ലേ? സുജ, തീർച്ചയായിട്ടും RSSനെ സംബന്ധിച്ചും BJPയെ സംബന്ധിച്ചും ഇതിനകത്തൊരു ചെറിയ പ്രതികാര ബുദ്ധി കൂടിയുണ്ട്. കാരണം കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഈ RSSനെ അംഗീകരിച്ചിട്ടില്ല എന്നുള്ള, പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ ആരും RSSനെ അംഗീകരിക്കുന്നില്ല. കാവ്യവൽക്കരണത്തിന്റെ പേരിൽ, ഹിന്ദുരാഷ്ട്ര സങ്കല്പത്തിന്റെ പേരിൽ, അഖണ്ഡ ഭാരത സങ്കല്പത്തിന്റെ പേരിൽ, ന്യൂനപക്ഷ വിരോധത്തിന്റെ പേരിൽ, കമ്മ്യൂണിസ്റ്റ് വിരോധത്തിന്റെ പേരിൽ, ജനാധിപത്യ വിരുദ്ധത, ഇങ്ങനെ പല കാര്യങ്ങളും ആരോപിച്ചുകൊണ്ട് RSSനെ കടന്നാക്രമിക്കുക എന്നുള്ളതാണ് ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുള്ള നിലപാട്. ആ പ്രതിപക്ഷ പാർട്ടികളുടെ എതിർപ്പുകൾ നിലനിൽക്കെ തന്നെയാണ് RSSന്റെ 100ാം വാർഷികത്തിൽ RSSന്റെ രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള BJP രാജ്യം ഭരിക്കുന്നു എന്നുള്ളതും, ആ രാജ്യം ഭരിക്കുന്ന ഘട്ടത്തിൽ പ്രധാനമന്ത്രി തന്നെ RSSനെ പുകഴ്ത്തി രംഗത്ത് വരുന്നു എന്ന് മാത്രമല്ല, സർക്കാർ തന്നെ നേരിട്ടൊരു സ്റ്റാമ്പും അതുപോലെ തന്നെ നാണയവും പുറത്തിറക്കുന്നു എന്ന് പറഞ്ഞാൽ വിമർശനങ്ങളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് RSS അതിൻ്റെ എല്ലാ സ്വാധീനവും പ്രഭവവും സമൂഹത്തിൽ കാണിക്കുക, അത് രാജ്യത്ത് കാണിക്കുക എന്നുള്ളതാണ്. 1925 മോഹിതവാഡ എന്ന് പറയുന്ന നാഗപ്പൂരിലൊരു ശാഖയിൽ ഡോക്ടർ കേശവ് ബൽറാം ഹെഡ്ഗേവാർ എന്ന് പറയുന്ന RSSന്റെ ആദ്യ സർസംഘചാലക് ഈ RSS ആരംഭിക്കുമ്പോൾ എന്താണോ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചത്, അതിൻ്റെ രണ്ടാമത്തെ സർസംഘചാലകമായിട്ടുള്ള ഗുരുജി ഗോൾവാർക്കർ പറഞ്ഞ ആപ്തവാക്യമാണ് ഓം രാഷ്ട്രായ സ്വഹ ഓം ഇദം നമ എന്നുള്ളത്. ആ വാക്യം ഉൾപ്പെടുത്തിക്കൊണ്ടൊരു കോയിൻ പുറത്തിറക്കുമ്പോൾ സ്വാഭാവികമായിട്ടും RSSകാരെ സംബന്ധിച്ച്, RSSന്റെ പ്രവർത്തകരെ സംബന്ധിച്ച് വലിയ അഭിമാനമുള്ളതാണ്. പക്ഷേ RSSനെ ഒരു കാലത്തും അംഗീകരിക്കാത്ത പ്രതിപക്ഷ പാർട്ടികൾ, പ്രത്യേകിച്ച് കോൺഗ്രസ്, ഇന്ത്യയിലെ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികൾ, തെക്കേ ഇന്ത്യയിലേക്ക് വന്ന ഇവിടുത്തെ ദ്രവീഡിയൻ പൊളിറ്റിക്സ് ഉയർത്തിപ്പിടിക്കുന്ന തമിഴ്നാട്, ഇവരെയൊക്കെ സംബന്ധിച്ച് ഇതൊരു വലിയ വെല്ലുവിളിയാണ്. കാരണം RSSനെ ഒരു കാലത്തും അംഗീകരിക്കാത്തവർ അതിൻ്റെ പേരിൽ ഇറക്കപ്പെടുന്ന ഒരു നാണയത്തെ, ഒരു സ്റ്റാമ്പിനെ, അതൊരു രാഷ്ട്രത്തിൻ്റെ ചിഹ്നമായി ഇറക്കപ്പെടുകയാണ്. കാരണം ഒരു സ്റ്റാമ്പും നാണയവും എന്നൊക്കെ പറയുന്നത് അത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടേതല്ല, സർക്കാരിൻ്റെതാണ്, രാജ്യത്തിൻ്റെതാണ്, രാഷ്ട്രത്തിൻ്റെതാണ്. അപ്പോൾ രാഷ്ട്രത്തിൻ്റെ അഭിമാന ചിഹ്നങ്ങളായിട്ടുള്ള കോയിൻസിൽ പോലും RSS ഇടം പിടിക്കുന്നു എന്നുള്ളത് ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾക്ക് വലിയ തോതിൽ എതിർപ്പുണ്ടാവേണ്ട ഒരു കാര്യം കൂടിയാണ്. എന്നാൽ RSSനെ സംബന്ധിച്ച് വലിയ അഭിമാനം ഉണ്ടാവുന്ന, അവരുടെ പ്രഭാവം വിളിച്ചോതുന്ന ഒരു സംഭവം കൂടിയാണ്. വ്യക്തമാണ്. വി എസ് രഞ്ജിത്തും PR സുനിലുമാണ് വിവരങ്ങൾ നൽകിയത്.